വീട് വിൽക്കാനെന്ന് പറഞ്ഞ് പണം തട്ടിയ കേസിലെ പ്രതി എറണാകുളത്ത് പിടിയിലായി. ചമ്പക്കര സ്വദേശി മാർട്ടിനെയാണ് മരട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീട് വിൽപ്പനയ്ക്കും പണയത്തിനും നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. വഞ്ചനാ കേസിൽ ഉദയംപേരൂർ പോലീസ് കഴിഞ്ഞയാഴ്ച ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. എറണാകുളം തൈക്കൂടത്തും ഉദയംപേരൂരിലും മാർട്ടിന് വീടുകളുണ്ട്. ഇവയൊക്കെ പണയം നൽകാമെന്നും വിൽക്കാനുണ്ടെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പുകൾ നടത്തിയത്. ഫോർട്ട് കൊച്ചി സ്വദേശികളായ ദമ്പതികളാണ് എറണാകുളത്ത് മാർട്ടിന്റെ തട്ടിപ്പിന് ഇരയായത്. വീട് പണയത്തിനെടുക്കാൻ വന്നവരോട് വീട് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. 30 ലക്ഷം രൂപ നൽകി താമസം തുടങ്ങിക്കോളാനും ആവശ്യപ്പെട്ടു. ബാങ്കിൽ വസ്തു പണയത്തിലാണെന്നും ഉടൻ എടുത്ത് രജിസ്ട്രേഷൻ നടത്താമെന്നുമായിരുന്നു മാർട്ടിൻ ഇവരെ വിശ്വസിപ്പിച്ചത്. ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് തട്ടിപ്പിന് ഇരയായെന്ന് ഇവർ അറിഞ്ഞത്. 12 ലക്ഷം രൂപയാണ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത്. പണമടച്ച് ആധാരം തിരികെ എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് മറ്റൊരാളിൽ നിന്ന് വീട് പണയത്തിന് നൽകാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ മാർട്ടിൻ വാങ്ങിയ വിവരം അറിയുന്നത്. മരട് പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കവെയാണ് പ്രതിയെ ഉദയംപേരൂർ പോലീസ് സമാനമായ കേസിൽ അറസ്റ്റ് ചെയ്തത്. ഉദയംപേരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാർട്ടിനെയും ഭാര്യയെയും മകനെയും അറസ്റ്റ് ചെയ്തിരുന്നു. വീട് എരൂർ സ്വദേശിക്ക് 10 ലക്ഷത്തിന് പണയം നൽകി. ജപ്തി ഭീഷണിയുള്ള വീടാണെന്ന് മറച്ചുവെച്ചായിരുന്നു തട്ടിപ്പ്. കേസിൽ റിമാൻഡിലായിരുന്ന മാർട്ടിനെ മരട് പോലീസ് കോടതി അനുമതിയോടെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, കൊച്ചി.